ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തത് ഒരു ട്രാവൽ വീഡിയോ ആണ്. ആക്ച്വലി ഇത് കഴിഞ്ഞ മാസം ദീപാവലീൻ്റെ ലീവിന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ്. പക്ഷെ അത് എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. കാരണം ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 2 ആഴ്ച കുറച്ച് ചുമയും അതുപോലെ തന്നെ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ രാവിലെ ഏകദേശം ഒരു 5:30-ഒക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചന്നപട്ടണയിലെ പാകശാലയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയിട്ടുണ്ടായത്. അത് റോഡ് സൈഡിൽ തന്നെയാണ്. അവിടെ അത്യാവശ്യം പാർക്കിങ്ങിനും സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെയാണ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായത്. രാവിലെ ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മളൊരു 7:30 ആകുമ്പോഴാണ് ഈ ഹോട്ടലിൽ എത്തിയത്. നമ്മൾ അവിടുന്ന് മസാല ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയിലേക്കാണ്. ഊട്ടി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കൂണൂരേക്കാണ് പോകുന്നത്. ഊട്ടിയും പറ്റുമെങ്കിൽ നമ്മളെ സമയത്തിനനുസരിച്ച് കാണണമെന്ന് നമ്മളെ മനസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ കൂണൂരിലേക്കുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബന്ദിപ്പൂർ വഴി നമ്മൾ മുതുമലൈ ഫോറസ്റ്റും അതുപോലെ തന്നെ മസിനഗുഡിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഫേമസ് ആണല്ലോ ഇപ്പോൾ ആ റീൽ. ഇടയ്ക്ക് ഒരു നാളിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ആ റീല്. ആക്ച്വലി അത് ഭയങ്കര നല്ലൊരു യാത്രയായിരുന്നു. കാരണം ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നമുക്ക് മാനിനെ മാത്രമേ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ മൃഗങ്ങളെയൊന്നും നമുക്കധികം സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ആ സ്റ്റേറ്റ് ബോർഡർ ക്രോസിങ്ങിൻ്റെ സ്ഥലത്ത് അവർ ചെറിയൊരു രീതിയിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ റോഡിലേക്ക് കൂടി ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറേ കുരങ്ങന്മാരുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓടിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഡ്രൈവായിരുന്നു അത്. കാരണം എല്ലാവരും നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റോഡ് ഇങ്ങനെ ലീവുള്ള ദിവസമൊക്കെ നല്ല ബ്ലോക്ക് ആവാനും അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ യാത്ര പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഓർമ്മിച്ച് വെക്കുന്ന ഒരു റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രയായിരിക്കും ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൂടിയുള്ള ഈ ഒരു യാത്ര. നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ആക്ച്വലി ഊട്ടിയും കൂണൂറും വരുന്നത്. കൂണൂറിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഊട്ടി വഴി തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഈ പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ നമ്മളെ വണ്ടി നമ്പറും അതുപോലെ തന്നെ എത്ര ദിവസമാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഈ പാസ് കിട്ടും. അത് നമ്മൾ കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട് നീലഗിരിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഊട്ടിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം 36 ഹെയർ പിൻ കേവ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഊട്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് ആക്ച്വലി ഒരു നല്ലൊരു ഡ്രൈവായിരുന്നു. ഒരുപാട് ഇങ്ങനെ കേവിലേക്ക് കൂടി നമ്മളിങ്ങനെ വണ്ടി എടുത്തിട്ട് വേണം ഊട്ടി ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഊട്ടി എത്താനാകുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം ആ ഒരു പൈൻ ഫോറസ്റ്റും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ കളർഫുൾ ബിൽഡിംഗ് ഒക്കെ അതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. അങ്ങനെ ഊട്ടിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമ്മൾ കൂണൂർ എത്തും. കൂണൂറും അത്യാവശ്യം ഒരു ടൗൺ തന്നെയാണ്. പക്ഷേ ഊട്ടീനെ കമ്പയർ ചെയ്യുമ്പം അത്രയില്ല, എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൂണൂർ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണി 1:30-2 മണിയാകുമ്പോഴാണ് നമ്മൾ എത്തിയത്. നല്ല വിശപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് ഹോട്ടൽ രാമചന്ദ്രയിലേക്കാണ്. അത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റ് 2 സ്ഥലത്തുണ്ട്. അത് ഒന്നൊരു മാർക്കറ്റിൻ്റെ അടുത്താണ്. അത് അവിടെ നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്തേക്കാണ് വന്നത്. പക്ഷെ അത്ര വലിയൊരു ദൂരമൊന്നുമില്ല. ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ 2 റെസ്റ്റോറൻറ്റും വരുന്നത്. ഇവിടെ കാർ പാർക്കിങ്ങിന് വേറെ തന്നെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ അതിൻ്റെ അകത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ അവരവിടെ ബോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ നമുക്ക് കിട്ടിയത് ഒരു സൂപ്പായിരുന്നു. അത് ആക്ച്വലി ആ തണുപ്പത്ത് ആ ചൂട് സൂപ്പ് കുടിക്കുമ്പോൾ ഭയങ്കര കാമിങ് എഫക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വെല്ലിംഗ്ടൺ പൊറോട്ടയാണ്. അതിൻ്റെ അകത്ത്, അതായത് ഒരു പൊറോട്ടേനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മുട്ടയും അതുപോലെ തന്നെ മട്ടൺ കീമ പോലത്തെ എന്തോ ഒരു മസാലയും കൂടി ഫില്ലിങ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അത് ഒന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേർക്ക് ഈസി ആയിട്ട് അത് കഴിക്കാൻ
കഴിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളിത് പെട്ടെന്നുണ്ടായൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അധികം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇല്ലതെന്ന് അധികം അങ്ങനെ നോക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി അത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഡെസേർട്ടും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് സിംസ് പാർക്കിലേക്കാണ്. കൂണൂർ ആക്ച്വലി ഒരു 3-4 ടൂറിസ്റ്റ് സ്പോട്ടാണ് ഉള്ളത്. അതിൽ ഒന്നാണ് ഈ സിംസ് പാർക്ക് എന്ന് പറയുന്നത്. ഇത് ആ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് നിന്ന് ഒന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഈ സിംസ് പാർക്കിലേക്കുള്ളൂ. അവിടെ എത്തിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടുത്തെ ആ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസ് എടുത്തു തരുന്ന 1-2 ആൾക്കാരുണ്ടായിരുന്നു. 100 രൂപ എന്തോ ആയിരുന്നു അവർ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി അന്ന് ആ ഫോട്ടോ എടുത്തില്ല. കാരണം നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾറെഡി ടയേർഡായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത്ര നന്നാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ ഫോട്ടോ എടുത്തില്ല. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫോട്ടോസ് എടുത്ത് വെക്കുക, ഒരു മെമ്മറീസ് ആയിട്ട് അത് കീപ്പ് ചെയ്യാന്നുള്ളത്. പക്ഷേ വേറെ നാളെ നമ്മൾ പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടാവുന്നില്ലേ ഒരു വിശ്വാസത്തിൽ നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല. പാർക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാരണം അത്യാവശ്യം വലിപ്പമുള്ളൊരു പാർക്ക് തന്നെയായിരുന്നു. നല്ല ക്ലീനാണ്, നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു പാർക്കാണ്. ഉച്ച സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ അത്യാവശ്യം തിരക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ കുറേ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. അത് ആ ഒരു പാർക്കിൽ കയറുമ്പോൾ തന്നെ ആ ഒരു വൃത്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ അവിടെ ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ബോട്ടിങ്ങിനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷേ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. കാരണം അവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കര ചെളി വെള്ളം പോലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബോട്ടിങ് എന്നാലും 1-2 ആൾക്കാരൊക്കെ അവിടുന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കതത്ര നല്ലതായിട്ട് തോന്നിയില്ല. ബാക്കി പാർക്കിലെ ചെടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കൂണൂറാണ്. കൂണൂർ ഊട്ടി രണ്ടുമാണ് നമ്മളിപ്പം നമ്മളെ മനസ്സിലുള്ളത്. അങ്ങനെ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ പോകും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൂട്ടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം അത്യാവശ്യം ഇരുട്ടായതുകൊണ്ട് എനിക്കൊരു ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് എൻ്റെ ഒരു ഇൻട്രോ എടുത്തത്. അങ്ങനെ നമ്മൾ സിംസ് പാർക്കിലേക്ക് കൂടി കുറച്ച് നേരം നടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളെ ഹോട്ടലിലേക്ക് പോവാണ്. ആ ഹോട്ടലിലേക്ക് പോകുന്ന വഴി ഭയങ്കര കാടിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുന്ന പോലത്തെ ഒരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും അടുത്ത ലാംസ് റോക്ക് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയെന്ന്. അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്താണ്. ആ പോകുന്ന വഴിക്കില്ല ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് ആക്ച്വലി ഇത്. അവിടെ എല്ലാവരും നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എനിക്ക് എത്ര ക്യാപ്ചർ ചെയ്തിട്ടും എൻ്റെ ഫോണിൽ അതങ്ങനെ വരുന്നില്ല. അത് അവിടെ പോയിട്ട് തന്നെ ആ ഒരു മൊമെൻ്റ് അതെനിക്ക് ഇപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഫീൽ ചെയ്യുന്ന അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. ആ ഒരു ക്ലൈമറ്റും ആ ഒരു കാഴ്ചയും അതിങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. നമ്മളങ്ങനെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അടുത്ത നമ്മൾ പോയത് ലാംസ് റോക്കിലേക്കാണ്. അത് 6-6:30 വരെ എങ്ങാനേ അതിൻ്റെ ടൈമുള്ളൂ. നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം 4-4:30 ആയിട്ടുണ്ട്. നല്ല കോട ഇറങ്ങിയിട്ട് അടുത്തില്ലേ തൊട്ടടുത്ത ആൾക്കാരെ കാണാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത്രയും കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലം നല്ല ഇത് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ചധികം സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം ഇതിൻ്റെ ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ വേറെ എന്തൊക്കെയോ വ്യൂ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നല്ല കോട ഇറങ്ങിയിട്ട് ഇതായിരുന്നു നമ്മളെ വ്യൂ. അതിൻ്റെ അടിയിലെ മരങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിനും വേറെ തന്നെ ഒരു ഫീലായിരുന്നു. അതായത് ഇങ്ങനെ കോട ഇറങ്ങിയിട്ട് മൊത്തം നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. 2 വഴിയുണ്ട് ഇതിൻ്റെ മുകളിലെത്താൻ വേണ്ടിയിട്ട്. രണ്ടും ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് തന്നെയാണ് വരേണ്ടത്. നമ്മൾ പോകുമ്പോൾ ഒരു വഴിയിലേക്കൂടി പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ വേറൊരു വഴിയിലേക്കൂടി വന്നു. പക്ഷെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ചെറുങ്ങനെ സ്ലിപ്പറിയാണ്, പക്ഷെ അത് ശ്രദ്ധിക്കണം. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറേ നേരം ആ കോട ഇറങ്ങിയതും നോക്കി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിന് ശേഷം അത് ഏകദേശം ക്ലോസ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു 6 മണിയൊക്കെ. അപ്പോൾ നമ്മൾ താഴോട്ട് വന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ ബൂത്ത് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ താഴെ കുറച്ച് സ്നാക്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. ആ ഒരു തണുപ്പത്ത് നല്ല ചൂടിൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ 2 ഡിഫറെൻറ്റ് മസാലാസ് വാങ്ങിയിട്ട് ഞങ്ങൾ 2 പേരും ആ തണുപ്പത്ത് അതിൽ നിന്ന് ഇങ്ങനെ കഴിച്ചു. പിന്നെ അവിടുത്തെ കടകളൊക്കെ ഇങ്ങനെ പൂട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്തുള്ള കഫേ ബിസ്ട്രോ എന്ന് പറയുന്ന കഫേയിലേക്ക് വന്നു. ഇതായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കൂണൂർ ടൈം സ്പെൻഡ് ചെയ്തൊരു സ്ഥലം എന്ന് പറയാം. ആ കഫേന്ന് നോക്കുമ്പം ഞാൻ വരുമ്പോൾ കാണിച്ചില്ലേ നല്ലൊരു വ്യൂ, ആ വ്യൂ ആയിരുന്നു നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു. നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ നോക്കി. കാരണം അവിടെ അതൊരു മലയാളി ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചേട്ടൻ പറഞ്ഞു രാത്രിയാകുമ്പം കുറേ മൃഗങ്ങളൊക്കെ ഇറങ്ങും, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് കഴിക്കുമായിരുന്നു. ഭക്ഷണവും കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഹോട്ടലിൽ പോയി. ഇന്നത്തെ ദിവസം അങ്ങനെ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പം നെക്സ്റ്റ് ദിവസത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.